ഹലോ നമസ്കാരം, എല്ലാവർക്കും dcooks and bakesലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് പുഡിംഗ് ആണ്. പ്ലം പുഡിംഗ് എന്നും പറയും. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ആപ്രിക്കോട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, ഒരു 2-3 ഡേറ്റ്സ് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി ഒരു 1/4 കപ്പോളം ഗോൾഡൻ റൈസിൻസും 1/4 കപ്പ് ബ്ലാക്ക് റൈസിൻസും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം സ്പൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയും 2 ഏലക്ക, 2 കറിയാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ സെസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റമ്മ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണ്ടാത്തവർ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ്. ഇത് പൾപ്പോട് കൂടി എടുത്തിരിക്കുന്നതാണ്, ഫ്രഷ് ജ്യൂസാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ മിനിമം വെച്ചേക്കണം. ഇത് തലേദിവസം തന്നെ വയ്ക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് സോക്കായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു വിധം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ചേർക്കുന്നത്. ഒരു 4 പീസ് ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണ്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 കപ്പ് ആൽമണ്ട് പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 50 ഗ്രാം മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് കുറേശ്ശായിട്ടിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി. നമ്മുടെ ഈ ബാറ്റർ നമുക്ക് മോൾഡിലേക്ക് മാറ്റാം. ഞാൻ ഈ മോൾഡിൽ നന്നായിട്ട് ബട്ടർ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. നമ്മളിത് സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് ഹാർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വലിയ പീസ് ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം.
അതിൻ്റെ മീതെയായിട്ട് നമുക്ക് ഒരു ഫോയിൽ പേപ്പറും കൂടി വെച്ച് ഒരു ത്രെഡ് കൊണ്ട് നന്നായിട്ട് കെട്ടാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആവിയെല്ലാം ഉള്ളിലോട്ട് കയറും. അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു എനിക്കിത് കുക്കായി കിട്ടാനായിട്ട്. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഒരു സ്ക്യൂർ ഇട്ട് നോക്കിയപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഞാനിത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഒരു ക്രിസ്മസ് കേക്കിൻ്റെ, അതായത് ഒരു ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു ടെക്സ്ചർ തന്നെയാണ്. പക്ഷേ സ്റ്റീം ചെയ്യുന്നതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ പുഡിങ്ങിന് നമ്മുടെ പ്ലം കേക്കിൻ്റെ ഏകദേശം ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗർ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ചെറിയും വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.